2017 വാഗണർ, സിംഗിൾ അല്ല സെക്കൻഡ് ഓണർ. VXI വണ്ടി 72,000 കിലോമീറ്റർ ഓടി. 2017 എർട്ടിക VXI വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 70. ഒരു കുഞ്ഞൾട്ടോ വന്നു, ഒരു കുഞ്ഞൾട്ടോ 2006 വണ്ടി. 2026 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സെക്കൻഡ് ഓണർ. ഇത് 2018 ZDA ടോപ്പ്. 2018 വണ്ടി, ZDA വണ്ടി, ടോപ്പ് എൻഡ് വണ്ടി. ഇത് ബ്രസ അല്ലേ? ബ്രസ. ഇത് 2019 വണ്ടി, ZXI ടോപ്പ് വണ്ടി, സെക്കൻഡ് ഓണറാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40 ഇപ്പോൾ വന്ന വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ നിലമേൽ എന്ന് പറയുന്ന ഭാഗത്താണ്. നിലമേൽ യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം എന്നല്ല, എപ്പോൾ വന്നാലും നമ്മൾ വന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. കാരണം അപ്പോൾ ഒരു മെക്കാനിക്ക് ഇല്ലെങ്കിലും വന്ന് എടുക്കാമെന്നൊക്കെ ഞാൻ തള്ളി തരുന്ന ഒരു ഷോപ്പ് കൂടിയാണിത്. കാരണം എന്ന് പറയുന്നത് അത്രയ്ക്കും ക്വാളിറ്റിയുള്ള വണ്ടികളാണ് സ്ഥിരം കിടക്കുന്നത്. അപ്പോൾ ഒരു 20,000 കിലോമീറ്ററിനകത്തോ 10,000 കിലോമീറ്ററിനകത്തൊക്കെ ഓടിയ നല്ല വണ്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അല്ലാത്ത വണ്ടി ഉണ്ട് കേട്ടോ. ചെറിയ വണ്ടികൾ ഈ എക്സ്ചേഞ്ചിൽ പോയപ്പം വന്ന് ചെറിയ വണ്ടികൾ വരുമല്ലോ, അങ്ങനെയുള്ള വണ്ടികളും കിടപ്പുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞ മോഡലായിരിക്കും തോനെയും കിടക്കുന്നത്. ഐ മീൻ ഇടുന്ന വണ്ടികൾ അങ്ങനെയുള്ളതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്ന നല്ലൊരു ഷോപ്പാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം ഇത്തരത്തിലുള്ള നല്ല നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് നോക്കിയിട്ട് വരാം. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുക, ഒരു 4-5 മാസത്തിൽ പുറത്തായെന്ന് തോന്നുന്നില്ല. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കാസുകൾ കിട്ടുന്ന ഷോപ്പെന്ന് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 കടകളിൽ ഒന്നാണിത്. പിന്നെ ഒന്ന് കാർ ആൻഡ് ബൈക്ക് എന്ന് പറഞ്ഞുള്ള കടയിൽ. ബാക്കി കടകളിലെ മോശമൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ കടയിൽ എപ്പോൾ വന്നാലും 5,000, 6,000, 10,000 കിലോമീറ്റർ ഓടിയ വണ്ടികളായിരിക്കും ഞാൻ തോനെ എടുക്കുന്നത്. ഇത്തവണ എങ്ങനെയാണ് ഡീറ്റെയിൽസ്, എങ്ങനെയാണ് കിടക്കുന്നത്? ഇത്തവണ നമ്മൾ ലോ കിലോമീറ്റർ ഓടിയ 20,000 ഓടിയ ഒന്നുണ്ട്, 18 ഓടിയ ഒരെണ്ണമുണ്ട്, പിന്നെ 20 തന്നെ ഓടിയ 1, 2, 3, 4 വണ്ടിയുണ്ട്. പിന്നെ എല്ലാം 50 താഴെയുള്ള വണ്ടികൾ ഓടിയ ഉള്ളത്. അഥവാ ഇപ്പം 50 കൂടുതൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ല സെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് പുതിയ വണ്ടികളെല്ലാം ഇറങ്ങിപ്പോയി. പിന്നെ ഇപ്പം വന്ന വണ്ടികളാണ് ഇത് കുറച്ച്. ഇനിയിപ്പോൾ ഈ അടുത്ത ആഴ്ച നമുക്ക് പുതിയത് വീണ്ടും വരുന്നുണ്ട്. അന്നേരം അത് ആകുമ്പോഴത്തേക്ക് സെറ്റാവും. അപ്പോൾ കുറെ കൂടി പുതിയ വണ്ടികളായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന വണ്ടികൾക്ക് വാറണ്ടി, ഗ്യാരണ്ടി ആ രീതിയിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? എഞ്ചിൻ ബേസ് ആണോ? എഞ്ചിൻ മാത്രമേ കൊടുക്കൂ. അത്രേ എഞ്ചിൻ, അത് കമ്പനി സർവീസ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള വണ്ടികളാണ്. അതെ. എല്ലാം നമ്മളെ ഇപ്പം ഒരു കസ്റ്റമർ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ അവർ കമ്പനി തന്നെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എഞ്ചിൻ വാറണ്ടി കൊടുക്കുള്ളൂ. അത് പിന്നെ അവർ പുറത്ത് കൊടുത്തൊക്കെ നമുക്കത് വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമ്പനി വാറണ്ടി 2 വർഷത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ. 2021 വണ്ടി ഇഗ്നിസ്, 20,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഡെൽറ്റ വേരിയൻ്റ് വണ്ടിക്കകം നോക്കാം. മാനുവലാണ്. നല്ല സീറ്റ് കവേഴ്സ് കിടപ്പുണ്ട്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. 4 പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മറ്റെന്താ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അതിൻ്റെ പേരെന്തായിരുന്നു, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ബാക്ക് സൈഡ് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് ഫസ്റ്റ് ടയറാണ്. 20,000 കിലോമീറ്റർ. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സ്റ്റെപ്പിനെയൊക്കെ എടുത്ത വണ്ടിയാണോ? അതോ സ്റ്റെപ്പിനെ യൂസ് ചെയ്തിട്ടില്ല? തൊട്ടില്ല. സ്റ്റെപ്പിനെ തൊട്ടിട്ടില്ല. ഓക്കെ. വണ്ടി എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 5,300. 5,300. അതുകൊണ്ട് പക്ക യാതൊരു തരം അപാകതകളും ഇല്ലാതെ നല്ലൊരു വണ്ടി. കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 5,300. എത്ര രൂപ ഇറക്കാണ്? ഇതൊരു 25 രൂപ ഉണ്ടെങ്കിൽ എടുക്കാം. 25. ബാക്കി ലോൺ 5.5 ലോൺ കിട്ടും. വണ്ടി ഫുൾ കണ്ടീഷനാണ്. ഇത് 2016. ഓണർഷിപ്പ് എത്രയാ? 2016. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. പുത്തൻ ടയേഴ്സാണ് കിടക്കുന്നത്. കിലോമീറ്റർ എന്തോ ഓടി? 40,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണോ? അതെ. 2016 അല്ലേ? അതാ 2016 വണ്ടി, സിംഗിൾ ഓണറാണ്, ജെനുവിൻ കിലോമീറ്ററാണ്, എല്ലാം കമ്പനി സർവീസ് എല്ലാം ഉള്ളതാണ് ഇതുവരെയുള്ള. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്.
ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല സീറ്റ് കവേഴ്സൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. കീറി പറഞ്ഞൊന്നും ഇരിപ്പില്ല, വൃത്തിയുണ്ട്. ടയേഴ്സൊക്കെ നല്ല ടയർ കിടപ്പുണ്ട്. 2 ടയർ കമ്പനി ടയർ. പിന്നെ ഇത് കമ്പനി ടയറാണ് ബാക്ക് കിടക്കുന്നത്. ഫ്രണ്ട് കിടക്കുന്നത് ഇപ്പോൾ എടുത്ത ടയറാണ്. എടുത്ത ടയറാണ്. ഓക്കെ, പുത്തൻ ടയർ എടുത്തതാണ്. 1 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. എടുത്തിട്ട് ഞാൻ എടുത്ത ടയർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല? ഒന്നുമില്ല. റീപെയിൻറ്റ് അങ്ങനെ ഒന്നുമില്ല. ടച്ചിങ്ങോ പെയിൻറ്റിങ്ങോ ഒന്നുമില്ല. അത് ഒറ്റ കസ്റ്റമറെ കിടന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 4.75. 4.75. ലാസ്റ്റ് പ്രൈസ് ആണോ? എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കുമോ? ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 2018 ഡസ്റ്റർ. ഏറ്റവും ടോപ്പ് ഉണ്ട്. എന്തോടി? സിംഗിൾ ഓണർ. 41,000 കിലോമീറ്റർ. 41 കിലോമീറ്റർ. 41,000. വണ്ടി പക്ഷേ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല ക്വാളിറ്റി. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല, നോർമലാണ്, മാനുവലാണ്. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതെടുക്കണ്ടേ? ഒന്നുമില്ല, അതെടുക്കണ്ട. വണ്ടി വേണ്ട. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയറാണ്. അല്ലെങ്കിൽ വീൽസ് കിടപ്പുണ്ട്. ഓക്കെ, എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് പിന്നെ 8.4. 8 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8 ലക്ഷം. ഓക്കെ, ഇത് ഡീസലല്ലേ? ഇത് ഡീസൽ. മൈലേജ് എങ്ങനെയായിരിക്കും ചേട്ടാ? ഇത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 85 ആണ്. ഒരു 15 മേളിലോട്ട് 15, 18 ആ റേഞ്ചിനൊക്കെ 18 കിട്ടും. 18, 20 കിട്ടും. ഡീസലല്ലേ? ഇത് 2018 ZDA ടോപ്പ്. 2018 വണ്ടി, ZDA വണ്ടി, ടോപ്പ് എൻഡ് വണ്ടി. ഇത് ബ്രസ്സല്ലേ? ബ്രസ്സ. ഫ്രണ്ടൊക്കെ വർക്ക് ചെയ്തേക്കൊന്നുമല്ലോ. ഏതാ? ഗ്രില്ല് ഭാഗമൊക്കെ വേറെ മോഡൽ ചെയ്തേക്കാന്ന്. ചെയ്തിട്ടുണ്ട്. മറ്റേ റേഞ്ച് റോവറിൻ്റെ ഗ്രില്ല്. അതാ ഞാൻ ചോദിച്ചത്. ഇത് ഇപ്പം ഞാൻ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഉപയോഗിക്കുന്നത് കഴിവില്ല. 2-3 ദിവസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം എടുക്കുന്നുണ്ട്. മാനുവലാണ്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. സീറ്റ് കവർ ചെയ്യണം. ടയറൊക്കെ അല്ല, നല്ല ടയർ. അത്യാവശ്യം ടയർസ് കിടപ്പുണ്ട്. കഴിവിട്ടില്ലെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 9.5. 9.5. 40,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ്. ഫസ്റ്റ് അല്ല, സെക്കൻഡ്. ഇത് 2018 ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 2 ടയർ പുതിയത് ഫ്രണ്ട് കിടക്കുന്ന. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 2018. എല്ലാം കമ്പനി സർവീസ്, കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ളതാണ്. ഇത് ഇച്ചിരി കിലോമീറ്റർ കൂടുതലുണ്ട്. എത്ര ഓടി? ഇത് 1 ലക്ഷം കഴിഞ്ഞ്. കമ്പനി സർവീസാണ്. 1 ലക്ഷം വരെ? എല്ലാം ഇതുവരെയുള്ള എല്ലാ കമ്പനി സർവീസാണ് വണ്ടിയാണ്. ബാക്ക് ടയർ മാറി കൊടുക്കുമോ? ബാക്ക് ടയർ മാറി കൊടുക്കും. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 3.5 ലക്ഷം. 2018 മോഡൽ. 18 ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. 1 ലക്ഷമൊക്കെ കഴിഞ്ഞ് ഓടിയതാ. റീപ്ലേസ് ഒന്നുമില്ല. എല്ലാ ഗ്ലാസും ഉണ്ട്. എല്ലാ ഡോറ്, ബോണറ്റ്, ഡിക്കി ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. കാണുമ്പോഴത്തേക്ക് അറിഞ്ഞൂടെ? അല്ല, റീപെയിന്റ് ഒന്നുമില്ല. പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. കണ്ടോ, നിങ്ങൾ നോക്കിക്കോ. ഇത്രയും വർഷമാകുമ്പോൾ എന്തെങ്കിലും ടച്ച് ആൻഡ് പോളിഷിംഗിലും കാണും. ചെറിയ ടച്ചിങ് ഒക്കെ കാണുമായിരിക്കും. അത് ബമ്പറിലോ. ഇത് 2016 കേട്ടെണ്ണ VXI വണ്ടി. ചെറിയ ടച്ചിങ് ഉണ്ട്, അത് ചെയ്ത് കൊടുക്കും നമ്മൾ. ആണ്ട ഫ്രണ്ടിൽ ഇവിടെ ചെറിയൊരു വരവുണ്ട്. ഇതേ ഉള്ളൂ. ആണ്ട ആ ചെറിയൊരു അത് നമ്മൾ ചെയ്ത് കൊടുക്കാം കസ്റ്റമറിന്. നല്ല വണ്ടി. ഇവിടെയും കൂടി ഉണ്ട്. അതെല്ലാം ചെയ്ത് കൊടുക്കും. ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വരുമ്പോഴത്തേക്ക് 60-നകത്ത്. 58, 60-നകത്ത്. 58 തോന്നുന്നു. 58,900 എത്ര ഉണ്ടായിരുന്നു. 60-നകത്തേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല വണ്ടിയാണ്. ഇത് പിന്നെ സർവീസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ എടുത്ത വണ്ടിയാണ് നമ്മൾ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 3 രൂപ. 3 ലക്ഷം രൂപ. 3 ലക്ഷം. ഒരു 50,000 രൂപയ്ക്ക് അകത്തൊക്കെ കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റുമോ? പിന്നെ ഇറക്കാം. എന്തെങ്കിലും അപാകതകൾ പറയാൻ? വേറെ ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഇത് 2022 സ്വിഫ്റ്റ് ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? 20-നകത്ത് 19,900. അത്ര ഓടിയിട്ടുള്ളൂ? അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടയേഴ്സ് തന്നെ. റീപ്ലേസ് ഒന്നുമില്ല. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. ABS, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ടയേഴ്സ് ഫസ്റ്റ് ടയറാണ് പറഞ്ഞു. സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല. 20,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 7.5 രൂപ. 7.5. ഇത് 4 സിലിണ്ടറാണ്. ഇപ്പോൾ ഇറങ്ങുന്നത് 3 സിലിണ്ടറാണ്. 2016 വാഗണർ. സിംഗിൾ ഓണർ. എന്ത്? 60,000 കിലോമീറ്റർ. 60,000.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. നമുക്ക് പിന്നെ സനുവിന് അറിഞ്ഞൂടെ നമ്മളെ വണ്ടി അല്ല, അത് വിശ്വസിച്ച് കൊടുക്കാം. ഞാൻ ഈ പരിപാടിക്ക് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതൊക്കെ ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാം. നമ്മൾ പറയുന്നത് അതാണ്, ഇതെല്ലാം ചോദിക്കണം. നമ്മളെല്ലാം അതിനെല്ലാം മറുപടി പറയുകയും ചെയ്യും. സനുവിന് അറിയാമല്ലേ, പിന്നെ നമ്മളെ വണ്ടി സ്പെഷ്യലല്ലേ. അല്ല, വണ്ടി ഐക്കയുടെ വണ്ടികൾ നല്ല വണ്ടികൾ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബാക്ക് ടയർ വെച്ച് കുറവുണ്ട്. ബാക്ക് ടയർ കുറവുണ്ട്. ഓക്കെ, ഒരു ടയർ കുറവുള്ളൂ. മറ്റേ ഫ്രണ്ട് 2 ടയർ പുതിയത് ഞാൻ എടുത്തതാണ്. ഓക്കെ, ഈ ടയർ ഉണ്ട് കേട്ടോ, അതൊക്കെ നല്ല ടയറുണ്ട്. മറ്റേ സൈഡ് മാത്രമേ ഉള്ളൂ ഒരു ടയർ കുറവുണ്ട്. അത് സ്റ്റെപ്പിന് ഇരിക്കുന്നത് എടുക്കുകയാണെങ്കിൽ ഇടാം. ഓക്കെ, എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 340. 340. 5 വർഷമൊക്കെ ലോൺ കിട്ടുമോ? 5 വർഷത്തെ ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. 5 വർഷം ലോൺ കിട്ടും. ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുമോ? അതായത് ഈ ഗ്ലാസ് ഒക്കെ വെച്ച് മങ്ങിയിരിക്കുന്നത് ഇത് പിന്നെ നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കും. അത് കുഴപ്പമില്ല. ഇത് സെയിലായി കിടക്കുന്ന വണ്ടിയാണ്. എത്രയ്ക്കാണ് കൊടുത്തത്? ഇത് വരുമ്പോഴത്തേക്ക് 7 രൂപ. 7 ലക്ഷം. ഏത് വർഷമായിരുന്നു ഇത്? 2021 വണ്ടി. 21 വണ്ടി കൊടുത്ത് സെയിലായി. ഇന്നിപ്പം പോകും. ഇന്നിപ്പോൾ ഡെലിവറിയാണ്. ഓക്കെ. 2017 വാഗണർ, സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ. VXI വണ്ടി. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് 4 ടയറും ഓക്കെയാണ്. ബാക്ക് സൈഡ് നോക്കിയാലും പുത്തൻ ടയേഴ്സാണ് ഇട്ടേക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഇടിക്കാനൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ഫോർഡ് പവർ വിൻഡോസാണ്. ആ രീതിയിലൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 360. 360. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 2021 ഈക്കോ. ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണർ. ഫ്രണ്ട് ടയർ 2 ടയർ പുതിയത് എടുത്ത് കൊടുക്കാൻ. ഓക്കെ, ഫ്രണ്ട് ടയർ മാറണം അല്ലേ? കിലോമീറ്റർ 60,000. എന്തെങ്കിലും അപാകതകളുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസ്, ഡോറ് അങ്ങനെയുള്ള ഒന്നുമില്ല. ചെറിയ 1-2 സ്ക്രാച്ചസ് ഉണ്ട്. അതെല്ലാം ചെയ്ത് കൊടുക്കും. ഇതുണ്ടല്ലേ, പെയിന്റ് വർക്കുകൾ ചെയ്യാണ്ട് സ്ക്രാച്ചസ് ഉണ്ട്. അല്ല, വേറെ ഒന്നുമില്ല. എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വർക്ക് ചെയ്യാൻ എടുക്കാണ്ട് ചെറിയ ഒന്ന് ടച്ചും പോളിഷും ചെയ്ത് എടുക്കാണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചെറിയ സ്ക്രാച്ചസ് അത് ഇതൊക്കെ ഉള്ളു, അത്രയേ ഉള്ളൂ. ചേട്ടാ, ഇതുവരെയുള്ള കടയിൽ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോയിൽ ഒരു ചെറിയ പണി ഉണ്ടെന്ന് പറഞ്ഞൊരു വണ്ടി ഇതാണ്. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 430. 4,30,000 രൂപ. 2017 എർട്ടിഗ VXI വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 70. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. എടുത്തെടുത്ത് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതൊക്കെ കൊള്ളാം. വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ടെന്നൊന്നും കുഴപ്പമില്ല. സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അഴുക്കോ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 730. 730. ഇത് പെട്രോളോ ഡീസലോ? പെട്രോൾ. വേറെ പറയത്തൊക്കെ എന്തെങ്കിലും റീപ്ലേസോ അപാകതകളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബമ്പർ ഒന്ന് ടച്ച് ചെയ്യാണ്ട് ഫ്രണ്ടിൽ, അത്രേ ഉള്ളൂ. ചെറിയ 2-3 സ്ക്രാച്ച്, അതൊന്ന് കാണിച്ചു കൊടുത്തു കസ്റ്റമർ കാണട്ടെ. അതാണ്ട് ഇവിടെ ഒരു സ്ക്രാച്ചസ് ഉണ്ട്, അതേ ഉള്ളൂ. അപ്പർ സൈഡിൽ ഒരു ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതാണ്ട് ഇവിടെ ഉണ്ട്, ഈ മൂലയിൽ ഇതാണ്ട് അവിടെ ഒരു ചെറിയ സ്ക്രാച്ച്. ഒരു കുഞ്ഞൾട്ടോ ഒന്നുണ്ട്, ഒരു കുഞ്ഞൾട്ടോ. 2006 ഉണ്ട്. 2026 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സെക്കൻഡ് ഓണർ. എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഇത് കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റുമോ? കിലോമീറ്റർ ജെന്യൂൻ ഒന്നും പറയാൻ പറ്റില്ല. 2006 വണ്ടിയല്ലേ, അത്യാവശ്യം നമുക്കിവിടെ പിന്നെ എക്സ്ചേഞ്ച് വന്നതാ. ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? 70 രൂപ. 70 രൂപ. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ അങ്ങനെ വണ്ടി കാണാൻ വേറെ അപാകതകളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. എല്ലാ വണ്ടി ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? ഒന്നുമില്ല. എൻ്റെ ഇവിടെ ചെറുതായിട്ട് ചെറിയ ടച്ചിങ്ങും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ബമ്പറൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യാണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പുതിയ വണ്ടികളെല്ലാം നമുക്കുള്ള ഇറങ്ങി. എല്ലാം 2000, 5000, 7000 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് അവിടെ കിടന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. അല്ല, അത് എനിക്കറിയാവുന്നതുകൊണ്ടാണ്
നമുക്ക് ഇത് കുറച്ച് സമയമായ വണ്ടിയാണ്. ഡിസയർ ടൂറാണ്. ഏത് വർഷമാണ് ഇത്? 2016 വണ്ടി. 16 വണ്ടി. 72,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഈ ടാക്സി ഓടിയ വണ്ടിയാണോ? ടാക്സി ഓടിയിട്ടില്ല. ഇല്ല. ഒരു കസ്റ്റമർ എടുത്തിട്ട് അവർ നമ്മളേത് പിന്നെ വേറൊരു വണ്ടി ബ്രീസായിട്ട് മാറിയപ്പോഴത്തേക്ക് നമുക്ക് തന്നതാണ്. അത് കുറച്ച് നാളായി. ഇതിപ്പം നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഇത് എത്രയാണ്? നമുക്ക് 3.5 രൂപയ്ക്ക് കൊടുക്കാം. 3.5. നമ്മൾ എത്ര ചോദിച്ചുകൊണ്ടിരുന്നേ? നമ്മൾ നേരത്തെ 4-4.15 ആയിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ഇത് 2000. ഇത് പെട്രോളാണ് ഡീസൽ? ഡീസൽ. ഓക്കെ. അടുത്ത ഇത് 2016 എർട്ടിഗ. സിംഗിൾ ഓണറാണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ZXi പ്ലസ് ടോപ്പ്. അതിൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ട്. കണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഏറ്റവും ടോപ്പിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് വരുന്ന തന്നെയാണല്ലോ, ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 7.25. 7.25. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യൂനാണോ? കമ്പനി സർവീസ് ഉണ്ട് വണ്ടി കാണാൻ. എത്ര ചോദ്യം? 7.25. 7.25. ലാസ്റ്റ് പ്രൈസ് ആണോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. നെഗോഷ്യബിളാണ്. ഇത് 2016 ബ്രീസ. നല്ല വണ്ടിയാണ്. നല്ല ടയേഴ്സ് കിടപ്പുണ്ടല്ലോ. എത്ര ഓടി? ഇത് 60. പുതിയ ടയറാണെന്ന് തോന്നുന്നു. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മാനുവലാണ്. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. അതിലുപരി നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 6.25. 6.25. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് എത്രയായിരുന്നു? സെക്കൻഡ് ഓണർ. 2019 വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണർ. എന്ത് ഓടി? ഇത് വരുമ്പോഴത്തേക്ക് 50. 50,000. 2 പുത്തൻ ടയറാണ് ഫ്രണ്ട്. വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. ഡെൽറ്റ വേരിയൻ്റ്. ഓക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയുണ്ട്. നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 6.25. 6.25. നമുക്ക് എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടി? ഇത് 50 രൂപ കൊണ്ട് ഇറക്കാം. 50,000. 5 വർഷം ലോൺ. എത്ര വെച്ചായിരിക്കും അടവ്? പെർ ലാക്ക് എങ്ങനെയാണ്? ഇത് 2,300 വരും. 2,250, 2,300 അടവ് വരും. ഇത് 2013 സണ്ണിയായി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. നല്ല വണ്ടി കേട്ടോ. നല്ല പൊളി വണ്ടി. നല്ല ടയേഴ്സാണല്ലോ കിടക്കുന്നത്. എല്ലാത്തിൻ്റെയും നല്ല ടയറുകൾ മാറിയിട്ടുണ്ട്. നല്ല വണ്ടി. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചതാണ്. നല്ല സീറ്റ് കവേഴ്സ് കിടപ്പുണ്ട്. വണ്ടി ഓരോ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് കിലോമീറ്റർ അല്ല മൈലേജ് എങ്ങനെ കിട്ടും? 82,000 കിലോമീറ്റർ. മൈലേജ് എങ്ങനെയാണ് കിട്ടുന്നത്? 20 കിട്ടും. 20. പെട്രോൾ ഡീസൽ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 3.5. ഒരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കാം. ഇത് 2019 വണ്ടി. ZXi ടോപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണറേ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40. ഇപ്പം വന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ടയർ മാറി പുത്തൻ ടയർ സെറ്റൊക്കെയാണ്. 2 പുതിയ ടയറാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് ഒന്നുമില്ല. സീറ്റൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇവിടെ ചെയ്ത നല്ല കിടിലൻ സീറ്റൊക്കെ ചെയ്തേക്കുന്നത്. സീറ്റ് കവേഴ്സൊക്കെ നല്ല സെക്കൻഡ് ഓണറാണ്. വണ്ടി കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ZXi വണ്ടിയാണ്. ഈ സീറ്റ് കവർ നല്ല പോഷ് സീറ്റ് കവർ ഇടുമ്പോൾ തന്നെ വണ്ടിക്ക് ഞാൻ കാണുമ്പോൾ ഒരു വൃത്തി ഫീൽ ചെയ്യും. നമ്മളതുകൊണ്ട് ഈ സീറ്റ് കവർ നല്ലതെന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരു ഇതുണ്ട്. വണ്ടിക്കകത്തിൻ്റെ ഒരു ഇത് കൊണ്ടുപോകുന്ന ആ സീറ്റ് കവറാണ്. മൊത്തത്തിൽ കാണാൻ കൊള്ളാം. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 6.25. 6.25. എത്ര ഉണ്ട് ഇറക്കാം? ഇത് 25 രൂപ ഇറക്കാം. 25,000 രൂപ. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ കുറേ നാളിന് ശേഷം വീഡിയോ ചെയ്തു. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാവുന്നതും വന്ന് കാണാവുന്നതുമായ നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കണമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഷോപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.